ഇത്തവണ ബിഗ് ബോസിൽ നിന്ന് ആരൊക്കെയായിരിക്കും അല്ലെങ്കിൽ ആരാണ് പുറത്തു പോവുക എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഒരാളാണ് പുറത്തു പോകുന്നതെങ്കിൽ അത് അപ്സര തന്നെയായിരിക്കും എന്നുള്ളത്. എന്തായാലും അതിനൊരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. അപ്സരയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യം പുറത്തായിരിക്കുന്നത്. പക്ഷേ ഡബിൾ എവിക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ രണ്ടാമതായി ആരൗട്ടാകും എന്നുള്ളതിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഒരുവിധം പേരൊക്കെ പറയുന്നത് അത് അൻസിബയാണ് എന്നാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അൻസിബ അങ്ങനെ പോകുമോ? അൻസിബയ്ക്ക് ഇത്രയും ഫാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു, വോട്ട് ഉണ്ടായിരുന്നു, പിന്നെ അൻസിബ എങ്ങനെ പോയി എന്നൊരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട്. ഋഷിയാണോ അൻസിബയാണോ പോയത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതിന് ഉത്തരം ഇതുവരെയും ആയില്ല. ഇനി അപ്സരയുടെ കാര്യം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച ഒരാളാണ് ഔട്ടായത് എന്നുള്ളത് കൊണ്ടാണ് അപ്സര പോവാതിരുന്നത്. ഈ ബുധനാഴ്ച നടന്ന എവിക്ഷനിൽ, മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേര് പുറത്തായിരുന്നെങ്കിൽ അന്നേ തന്നെ അപ്സര പോവേണ്ട ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്സര പുറത്തായിരിക്കുകയാണ്. അപ്സര പുറത്താവാനുള്ള റീസണാണ് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്സരയേക്കാൾ ഗെയിം കളിക്കാത്ത, അപ്സരയെ പോലെ സംസാരിക്കാത്ത എത്രയോ പേർ ഇപ്പോഴും അവിടെ നിൽക്കുന്ന സമയത്താണ് അപ്സര പുറത്തു പോകുന്നത് എന്നുള്ളത് അപ്സരയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമത്തിനിടയാക്കുന്ന കാര്യം തന്നെയാണ്. അപ്സര നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്നതിൽ ഞാൻ ഒരിക്കലും ഒരു തെറ്റ് പറയില്ല. അപ്സര നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന, എല്ലാവരുടെ അടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കുന്ന, നന്നായി ഗെയിംസ് കളിക്കുന്ന, ടാസ്ക് കളിക്കുന്ന ഒക്കെ വ്യക്തിയായിരുന്നു അപ്സര. പക്ഷെ എന്തുകൊണ്ടോ തുടക്കത്തിൽ പ്രേക്ഷകരുടെ ഇടയിലുണ്ടായ ഒരു ഇമ്പാക്റ്റ്, ഇഷ്ടം, അത് അപ്സരയ്ക്ക് പിന്നീട് നിലനിർത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് അപ്സരയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് ഉയർന്നിരുന്നു. ആ ഉയർച്ച പിന്നീട് അങ്ങോട്ട് താഴ്ന്നു വരികയായിരുന്നു. ഒരിക്കലും പിന്നീട് അങ്ങോട്ട് മേലോട്ട് കയറുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല അപ്സരയുടെ ഗ്രാഫ്. അപ്സരയ്ക്ക് എന്തൊക്കെയോ അപ്സരയുടെ തന്നെ സ്വഭാവങ്ങളാണ് അപ്സരയ്ക്ക് നെഗറ്റീവായിട്ട് വന്നത്. അപ്സര ഭയങ്കരമായിട്ട് സ്വയം പൊങ്ങിയാണെന്നും പിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജയിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ ജയിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്സരയ്ക്ക് ഭയങ്കര അഹങ്കാരമാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രേക്ഷകർക്ക് അപ്സരയിൽ ഒരുപാട് നെഗറ്റീവ്സ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ അപ്സര മൊത്തത്തിൽ നെഗറ്റീവായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അപ്സരയ്ക്ക് പുറത്തു പോകേണ്ടി വന്നതും. പക്ഷേ മത്സരത്തിന്റെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് അപ്സര നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു. പക്ഷേ പ്രേക്ഷകരുടെ ഇഷ്ടമില്ലാതെ അവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്സരയ്ക്ക് പുറത്തു പോകേണ്ടതായിട്ടും വന്നു. ഇനി രണ്ടാമത് ആര് എന്നുള്ള ചോദ്യത്തിന് അൻസിബയോ ഋഷിയോ എന്നതിന് കൃത്യമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല താനും.